നാദാപുരം പരിപാടി, ഈ പരിപാടി കൊണ്ട് എന്താണിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതാ ഈ പ്രദേശത്തുകാർക്കൊക്കെ സുപരിചിതനായ മമ്പാട് നജീബ് മൗലവി എന്ന് പറയുന്ന സംസ്ഥാന നേതാവ് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നു. അതിന്റെ ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ പരിപാടി കൊണ്ട് ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം, ആരുടെ അടുക്കലാണ് ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് കൃത്യമായി തന്നെ വിശദീകരിക്കുന്ന ഭാഗം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നു. ശ്രദ്ധിക്കൂ. നമ്മുടെ പക്ഷത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്ന വിധം നാട്ടിട്ടടിക്കാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ, ഏതാനും ചെറുപ്പക്കാർ സുന്നി പറയാൻ രംഗത്ത് വന്നതോടുകൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ എന്തെല്ലാം അബദ്ധങ്ങൾ വിളിച്ചു പറയാനും മടിയില്ലാത്ത അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കണക്കിൽ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോതി അവതരിപ്പിക്കാൻ മടിയില്ലാത്ത അത്തരക്കാർ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ നാദാപുരത്ത് മാത്രമല്ല കേരളത്തിൽ ആശകലം ഉണ്ടായിരിക്കുന്നത്. അല്ലാഹു തന്നെ ഇതിന് പരിഹാരം കാണട്ടെ, അല്ലാഹു അവന്റെ ദീനിനെ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയേ നിർവാഹമുള്ളൂ. സുഹൃത്തുക്കളെ, എന്താ ഇപ്പൊ പറഞ്ഞത്? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അബദ്ധങ്ങളാണിവിടെ മറുപക്ഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാ പറയുന്നത്? നജീബ് മൗലവി പറയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ അബദ്ധങ്ങളാണ് വിളിച്ചു പറയാൻ ഒരു മടിയും വരിക്കില്ല. മാത്രല്ല, എല്ലാ അബദ്ധങ്ങളും ആയത്തോതി ഹദീസോദിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ മുഴുവൻ പേരോട് മുസ്ലിയാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? താൻ മനസ്സിലാക്കിയ ഒരു സുന്നത്ത് ജമാഅത്തുണ്ട്, അതിന്റെ പേരിൽ ആയത്തോതി ഹദീസോദിയിട്ട് അബദ്ധങ്ങൾ വിളിച്ചു പറയുകയാണ്. അതിലൂടെ ഇവിടെ സുന്നിയെ തോൽപ്പിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിന് അല്ലാഹു തന്നെ പരിഹാരം കാണട്ടെ എന്നാണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്. ഇനിയും കേട്ടോളൂ, തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിലെത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. നടത്തിയിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ. നാദാപുരത്തെ 8ാം പ്രസംഗം, നാദാപുരത്തെ 10ാം പ്രസംഗം, നാദാപുരത്തെ 40ാം പ്രസംഗത്തിലെത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല. അവിടേക്ക് എത്തും കാര്യം. നടത്തിയിടത്തോളം അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളൂ. കേട്ടോ, ഇനി സുന്നി ഉണ്ടാവില്ല എന്നാ പറയാം. മൂപ്പര് മനസ്സിലാക്കിയ സുന്നിയാണ്, നമ്മളാണ് സുന്നികൾ. അപ്പോ മൂപ്പര് മനസ്സിലാക്കിയ സുന്നി ഇനി ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താണെന്നാൽ ഇതിങ്ങനെ ഇപ്പൊ 8-ലെത്തി, ഇനി 10-ലെത്തി, 40-ലെത്തിയാൽ ഇനി സുന്നി ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അത് മൂപ്പരിക്കൊരൽപ്പം ധാരണ പശക് വന്നതാ. 40-ലൊന്നും എത്തണ്ട, ഒരു 5-6 ആയപ്പോഴേക്ക് തന്നെ ഏതാണ്ടൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇതിപ്പോ 9ആണ്. ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണെന്ന് ആളുകൾക്ക് വളരെ കൃത്യമായി തന്നെ ബോധ്യമാകും. ആ ഒരു വെപ്രാളം മറുപക്ഷത്ത് പ്രകടമാണ്. ആ ഒരു വെപ്രാളം മറുപക്ഷത്ത് വളരെ പ്രകടമാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രസംഗത്തിൽ രൂക്ഷമായി നമ്മെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുള്ള പ്രഭാഷണ പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുമ്പ് അദ്ദേഹത്തിന് പറയാനുള്ള അല്പം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചോളൂ. ഇതിൽ കഷ്ടപ്പെടുന്നവരാവട്ടെ സാധാരണക്കാർ. ഞങ്ങളുടെ നാടുകളിലൊക്കെ നാദാപുരം പ്രസംഗം എന്ന കേസറ്റ് കണ്ടുകൊണ്ട്, നാദാപുരം പ്രസംഗത്തിന്റെ കാസറ്റ് പകർന്നു കിട്ടിയതുകൊണ്ട്, വെറുതെ കിട്ടിയത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് വെറുപ്പ് തോന്നിയവരും സുന്നിസത്തോട് തീർത്തും അശേഷം അറപ്പ് തോന്നിയവരുമൊക്കെയുണ്ട്. ഈ വിധത്തിലുള്ള ഒരു പരുവത്തിലേക്ക് നമ്മുടെ സുന്നി പ്രബോധന രംഗം എത്തിച്ചതിൽ ആർക്കു തന്നെ പങ്കുണ്ടെങ്കിലും, അവരോട് നമുക്ക് എത്ര തന്നെ രോഷമുണ്ടെങ്കിലും, അവരുടെ പരിശ്രമം ശരിയല്ല, അവരുടെ പരിശ്രമം ഫലപ്രദമല്ല, ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവവും കോട്ടവുമാണെന്നുള്ളത് എന്ന് നമുക്ക് അഭിപ്രായമുണ്ടെങ്കിലും, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് രോഷമുണ്ടാകാനോ സുന്നത്ത് ജമാഅത്തിനെ വെറുക്കാനോ ബിദ്അത്തിനോട് മമതയും സ്നേഹമുണ്ടാകുവാനോ അതിടയാക്കിക്കൂടാ, അത് വഴിവെച്ചുകൂടാ. കേട്ടില്ലേ? വളരെ കൃത്യമാണ്. അവരുടെ പരിശ്രമം കൊണ്ടൊരു ഫലവുമില്ല. നേട്ടത്തേക്കാൾ കോട്ടമാണ്, ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ്.
എന്ന് വളരെ കൃത്യമായി തന്നെ അതാ നിഷ്പക്ഷമതികൾ സമ്മതിച്ചു എന്ന് മനസ്സിലാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് 9, 10, 15, 40 എത്തേണ്ടതില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് ആയുസ്സും ആരോഗ്യവും എത്രത്തോളം അനുവദിക്കുന്നുവോ അത്രയും കാലം കഴിഞ്ഞാൽ ശേഷമുള്ള ആളുകൾ ഇത് തലമുറയായി ഈ സത്യത്തിന്റെ കൈത്തിരിയെ നാദാപുരത്ത് മാത്രമല്ല അവരെ കൊണ്ട് കഴിയാവുന്നിടത്തെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശത്തിന് വേണ്ടി പടപൊരുതുക തന്നെ ചെയ്യും. അതിനുള്ള തൗഫീഖ് അർഹമുർ റഹീമീനായ നാഥൻ നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ കൃത്യമായ ആത്മാർത്ഥതയോടുകൂടി തന്നെ ദുആ ചെയ്യുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നാദാപുരത്തെ ഈ പരിപാടി കൊണ്ട് കാര്യം മനസ്സിലാക്കിയ ആളുകൾ ആ സത്യം പറഞ്ഞപ്പോ സത്യം പറയുന്നവരെ ഒക്കെ ദീനിന്റെ വിരോധികളാക്കുക എന്നത് പേരോടിന്റെ ശൈലിയാണ്. ആരൊക്കെ എവിടെയൊക്കെ സത്യം പറഞ്ഞോ അവരെ ഒക്കെ ഒന്നുകിൽ ദീനിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ദീനിന്റെ ശത്രുവാന്ന് പറയും, അല്ലെങ്കിൽ യഹൂദിയാന്ന് പറയും, അല്ലെങ്കിൽ നസ്രാനിയാണ് എന്ന് പറയും, അല്ലെങ്കിൽ ചാരനാണ് എന്ന് പറയും. ഇങ്ങനെ എല്ലാവരെയും അതാക്കലാമുപ്പരുടെ പരിപാടി. ഈ ഉള്ളവനെ അങ്ങനെ ഒക്കെയാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ നജീബ് മൗലവി അങ്ങനെ പറയേണ്ടിയിരുന്നോ? നജീബ് മൗലവി നിങ്ങളുടെ ആളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കുടുംബത്തിലെ മെമ്പർമാരാണ്, ഞങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു പ്രശ്നവുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന, എന്നാൽ ഈ സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി നജീബ് മൗലവി അത് പറഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ചൂടും ഒരു വലിയ വിഷമൊക്കെ അതിലൂടെ അനുഭവപ്പെടുന്നുണ്ട്. ആ വിഷമം ആ നജീബ് മൗലവിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ആ രൂപത്തിൽ സംസാരിക്കുന്നവരെയൊക്കെ പേരോട് ആരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പേരോടിന്റെ നാവിലൂടെ കേട്ടോളൂ. വിഷയത്തിലേക്ക് നമുക്ക് ശേഷം വരാം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ അതിന് ഫലമുണ്ടാവുകയില്ലെന്ന് വല്ലവരും പറയുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധിയാണെന്ന് ലോകം മനസ്സിലാക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാത്രമേ മൂപ്പർക്ക് പറയാനുള്ളൂ. പോരെ, എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഒന്നും പറഞ്ഞില്ല മൂപ്പർ. എന്തേ പറഞ്ഞുള്ളൂ? അങ്ങനെ ആരെങ്കിലും ഇതുകൊണ്ടൊരു ഫലല്ലാന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ദീനിന്റെ വിരോധിയാണെന്ന് മാത്രമേ ലോകത്തോട് എനിക്ക് പറയാനുള്ളൂ. കണ്ടോ, സത്യം ആര് പറഞ്ഞോ അത് അവനാന്റെ തറവാട്ടിലെ മെമ്പർ പറഞ്ഞാലും, നിങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ തറവാട്ടിലെ മെമ്പറാണ് നജീബ് മൗലവി അല്ലേ, നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുന്ന അദ്ദേഹം അത് പറഞ്ഞപ്പോഴും വിടൂല, നിങ്ങളും ദീനിന്റെ ശത്രു തന്നെ, നിങ്ങളും ദീനിന്റെ വിരോധി തന്നെ എന്ന് പറയാൻ മാത്രം പേരോട് വെപ്രാളത്തിലാണ്, പേരോട് വിഷമത്തിലാണ്, പേരോട് വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധമാണെന്നാണ് പറയുന്നത്. കരയുദ്ധമാണേ മൗലവി എന്നാണ് പറയുന്നതെങ്കിലും പേരോട് കരയുന്ന യുദ്ധമാണ് നാദാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശങ്ങളോട് ഏറ്റുമുട്ടാൻ സാധ്യമാവാതെ പ്രമാണങ്ങളുടെ മുമ്പിൽ കടന്ന് പിടയ്ക്കുകയാണ് പേരോട്. മറുപടി പറയാനാവാതെ ഖുർആനികമായ ആയത്തുകൾ അങ്ങോട്ട്, ശരങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഹദീസുകൾ അങ്ങോട്ട് അഞ്ഞടിക്കുമ്പോൾ മറുപടി പറയാനാവാതെ കരയുദ്ധക്കളത്തിൽ കിടന്നുകൊണ്ട് കരയുദ്ധത്തിന്റെ മേഖലയിൽ കരയുകയാണ്. കരയുന്ന യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടരട്ടെ, ഇതിങ്ങനെ തുടരട്ടെ, ആളുകൾ കേൾക്കട്ടെ, സത്യം വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കട്ടെ.